ഉൽപ്പാദിപ്പിക്കുന്ന നാളികേരങ്ങളിലെ തൊണ്ട് പൂർണ്ണമായും സംഭരിക്കാനാവുന്നില്ല. അതിനാൽ തന്നെ ചകിരിനാരിനായി അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. ചെറുകിട കയർ ഫാക്ടറി ഉടമകൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധിയും ഇതുതന്നെ. ചിലവ് വർദ്ധിച്ചെങ്കിലും ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില ലഭിക്കാതാവുകയും ചെയ്തതോടെ പ്രശ്നം സങ്കീർണമായി. യന്ത്രവൽക്കരണത്തിനുള്ള വിഭവ സമാഹരണത്തിന് ചെറുകിട ഉൽപ്പാദകർക്ക് കഴിയാത്തതാണ് മറ്റൊരു പ്രതിസന്ധി. തെങ്ങ് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും നാളികേരം, തൊണ്ട് എന്നിവയുടെ സംഭരണം ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന പദ്ധതി പ്രഖ്യാപനം ഉണ്ടാകണം. ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് വലിയ ഡിമാൻഡാണ് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് 1-2 വർഷം അല്ലെങ്കിൽ 4-5 വർഷം എന്നുള്ള തരത്തിലല്ല, ഒരു ദീർഘകാല പദ്ധതി എന്നുള്ള തരത്തിൽ 1000 കോടി രൂപയുടെ ഒരു സ്പെഷ്യൽ പാക്കേജാണ് കയർ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കയർ ബോർഡിന് നൽകുന്ന പദ്ധതി വിഹിതം മാത്രമാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇതുവരെ ലഭിച്ച സഹായം. കഴിഞ്ഞ ബജറ്റ് വിഹിതം 68 കോടി രൂപയായിരുന്നു. കയർ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി സംസ്ഥാന കയർ തൊഴിലാളി ക്ഷേമനിധി ഫണ്ടിന് പുറമെ കേന്ദ്ര സഹായവും വേണം. കയറ്റുമതി രംഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് വ്യവസ്ഥകൾ കൂടുതൽ ഉദാരമാക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. മീഡിയ 1 ആലപ്പുഴ.